Hi, hello, welcome to Manasi's Math Solution. Today we are going to start the fourth module of abstract algebra, and here we will discuss about the extension field. So let's start. നമ്മളിപ്പോൾ ഫീൽഡ്സ് കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഫെമിലർ ആയിട്ടുള്ള ഫീൽഡ്സ് ഏതൊക്കെയാണ്? ആറ്. അതിനു മുന്നേ ക്യൂ ഉണ്ട്. റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പർ സിസ്റ്റം, ദെൻ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം, ദെൻ നമ്മൾക്ക് വരുന്നതാണ് എന്താണ് ഇസെഡ് പീസ്, വെർ പി ഇസ് എ പ്രൈം. ഫൈനൈറ്റ് ഫീൽഡ്സ് എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഫീൽഡ്സ് മാത്രമേ ഫൈനൈറ്റ് ഫീൽഡ്സ് ആയിട്ടുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഫീൽഡ് ഉണ്ടെങ്കിൽ അതും എന്താണ് ഈ സെറ്റ് പീസിൽ ഏതിനോടെങ്കിലും ഐസോമോർഫിക് ആയിരിക്കും. അത് പ്രൈം ഓർഡർ വരുന്ന ഫീൽഡ്സ് മാത്രമേ ഫൈനൈറ്റ് ഫീൽഡ്സ് ആയിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മൾ ക്യൂ ആൻഡ് സി നോക്കുമ്പോൾ നമ്മൾക്കറിയാം ക്യൂ ഈസ് എ സബ് ഫീൽഡ് ഓഫ് ആർ ആണ്, ആർ ഈസ് എ സബ് ഫീൽഡ് ഓഫ് സി ആണ്. ആൻഡ് വെൻ വി കൺസിഡർ ഈ ആറും സിയും ഒക്കെ എങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്? ഇപ്പം ഞാൻ ക്യൂവിലൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്തു, എക്സ് സ്ക്വയർ മൈനസ് 2. വെൻ വി കൺസിഡർ ദിസ് which is a polynomial in q of x ആണ്. പക്ഷേ ഈ പോളിനോമിയലിന് ക്യൂവിൽ റൂട്ട് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു സി. 0 കിട്ടുന്ന ആ വാല്യൂ സീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഈ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. ദിസ് ഇസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. പ്ലസ് റൂട്ട് 2 ആയാലും മൈനസ് റൂട്ട് 2 ആയാലും അത് എവിടെ ഇല്ല? ക്യൂവിലില്ല. സോ നമ്മൾക്ക് എക്സ് സ്ക്വയർ മൈനസ് 2നെ ക്യൂവിൽ എന്താണ് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾക്ക് ഇതിനെ എന്താണ് ഒരു 1 ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റണം. ക്യൂ ഫീൽഡ് ആയതുകൊണ്ട് 1 ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ 2 ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റണം. ഇവിടെ നമ്മൾക്ക് എക്സ് സ്ക്വയർ മൈനസ് 2നെ അങ്ങനെ എഴുതാൻ സാധിക്കത്തില്ല. സോ നമ്മൾക്ക് എന്താണ് ഈ ഒരു പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ ഫാക്ടറൈസബിൾ അല്ല. ഇതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. Over Q will x square minus 2 is a irreducible polynomial. So when we looks at the another field, when we looks at a field that when we looks at a field that contains Q and contains the root of x square minus 2. എന്താണ്? 0 of x square minus 2. അതായത് ക്യൂവും പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ആവുകയെന്ന് വെച്ചാൽ ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് പ്ലസ് റൂട്ട് 2 ആയാലും മതി. ക്യൂവിനെയും റൂട്ട് 2വിനെയും കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഫീൽഡ് നമ്മൾക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് റിയൽ നമ്പർ സിസ്റ്റം എടുക്കുമ്പോൾ റിയൽ നമ്പർ സിസ്റ്റത്തിൽ എന്താണ് നമ്മൾക്ക് ക്യൂവും കണ്ടെയ്ൻഡ് ആണ്, റൂട്ട് 2വും ഉണ്ട്. സോ എന്താണ് ഈ എക്സ് സ്ക്വയർ മൈനസ് 2 ഫാക്ടറൈസബിൾ ആയിട്ട് വരുന്ന ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് എന്ത്? ആറ്. അപ്പോൾ ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്യൂവിലുള്ള എല്ലാ പോളിനോമിയൽസിനെ നമ്മൾക്ക് ആറിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ബിലോങ്സ് ടു ക്യൂ ഓഫ് എക്സ് ആണ്. പക്ഷേ ഇതെന്താണ്? ആറിലും ഫാക്ടറൈസബിൾ അല്ല, ക്യൂവിലും ഫാക്ടറൈസബിൾ അല്ല. കാരണം എന്താണ്? ഫാക്ടറൈസബിൾ ആവുക വെച്ചാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതണം? എക്സ് മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിക്കണം. ഇതിൽ ഐയും മൈനസ് ഐയും എവിടെ വരുന്നില്ല? നമ്മൾക്ക് ക്യൂവിലും വരുന്നില്ല, ആറിലും വരുന്നില്ല അല്ലേ? അപ്പോൾ ഈ ഒരു പോളിനോമിയൽ എടുക്കുമ്പോൾ ഈ പോളിനോമിയൽ ക്യൂവിലും ആറിലും ഫാക്ടറൈസബിൾ അല്ല. അതായത് ക്യൂവിലുള്ള എല്ലാ പോളിനോമിയൽസും ഈ ഒരു ആറിലും ഫാക്ടറൈസബിൾ ആവണമെന്നില്ല അല്ലേ? അപ്പോൾ ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടറൈസബിൾ ആയിട്ടുള്ള എനദർ ഫീൽഡിലൂടെ നമ്മൾ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നോക്കുന്നേരം എന്താണ്
സിയിൽ ഐ വരുന്നുണ്ട്, സിയിൽ ആറും കണ്ടെയ്ൻഡ് ആണ്, ക്യൂവും കണ്ടെയ്ൻഡ് ആണ്. സോ ആറിനെയും സിയിനെയും എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എന്താണ് ആറിനെയും ക്യൂവിനെയും എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന അനദർ ഫീൽഡ് സി കിട്ടി നമ്മൾക്ക്. പക്ഷേ ഇത് മാത്രമേ ഫീൽഡായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അല്ല, ഇത് മാത്രമല്ല, ഇനിയും ഫീൽഡ്സ് ഉണ്ട്. അത് ഏതെല്ലാമാണെന്നും ആൻഡ് ആ ഫീൽഡ്സിനെല്ലാം നമ്മളൊരു പെർട്ടിക്കുലർ നെയിം, ഇപ്പോൾ ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അനദർ ഫീൽഡ് ആറ് കിട്ടിയല്ലോ, അപ്പോൾ ഇതിനും അതുപോലെ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അനദർ ഫീൽഡ് സി കിട്ടി. അതായത് ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഫീൽഡ്സ് ആറും സിയും കിട്ടിയിരിക്കുന്നുണ്ട്. നമ്മൾ അതെങ്ങനെയാണ് ഓരോ പോളിനോമിയൽ ഫിക്സ് ചെയ്തിട്ടാണോ? ഫസ്റ്റിൽ x² - 2 എടുത്തപ്പോൾ നമുക്ക് 6 കിട്ടി, നെക്സ്റ്റ് x² + 1 എടുത്തപ്പോൾ സി കിട്ടി അല്ലേ? അപ്പോൾ ഓരോ പോളിനോമിയൽസ് അനുസരിച്ച് നമുക്ക് ഓരോ ഫീൽഡ് കിട്ടുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫീൽഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. സോ സെക്ഷൻ 20 എക്സ്റ്റൻഷൻ ഫീൽഡ്. ഫസ്റ്റ് എന്താണ് ഈ എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാം. എ ഫീൽഡ് ഇ is an extension field of a field F, an extension field of a field F if F is contained in E and the operation of F are those of E restricted to F. ഒന്നുമില്ല, എന്താണ്, ഒരു ഫീൽഡ് എഫ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ another ഫീൽഡ് ഇ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആണെന്ന് പറയണമെങ്കിൽ എഫ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് ഇ ആയാൽ മതി. അതിനെയാണ് ഇങ്ങനെ നീട്ടി വലിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു ഫീൽഡിനെ, അതായത് എഫ് ഒരു ഫീൽഡ് എടുത്തു നമ്മൾ, ആ ഫീൽഡിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ് ഇ എന്ന് പറയണമെങ്കിൽ എന്താണ്, എഫ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് ഇ ആയിരിക്കണം. അതിനെ ഇവരെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഫീൽഡ് ഇ ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എ ഫീൽഡ് എഫ് ഇഫ് എഫ് കണ്ടെയ്ൻഡ് ഇൻ ഇ ആയിരിക്കണം, എഫ് സബ്സെറ്റ് ആയിരിക്കണം. ആൻഡ് ദ ഓപ്പറേഷൻ ഓഫ് എഫ് ആർ ദോസ് ഓഫ് ഇ റെസ്ട്രിക്റ്റഡ് ടു എഫ്. എന്താണ്, നമ്മൾക്ക് എഫ് ഒരു ഫീൽഡാണെന്ന് ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എഫിൽ നിലവിലുള്ള ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു ദ ഓപ്പറേഷൻ ദാറ്റ് വി ഗോട്ട് ബൈ റെസ്ട്രിക്റ്റിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ഇ ഓൺ ടു എഫ്. ഇയിൽ നിലവിലുള്ള ഇയിൽ, അതായത് ആ ഒരു ഇയിൽ വരുന്ന ഓപ്പറേഷൻ എഫിൽ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്പറേഷനായിട്ട് ഈക്വലായിട്ട് വരണം ഫീൽഡ് എഫിലുള്ള ഓപ്പറേഷൻ. ഇത്രയേ ഉള്ളൂ. എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ. അതിനെ ഇവർക്കിങ്ങനെ നീട്ടി വലിച്ചിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ക്യൂവും ആറും സിയും എടുത്തു കഴിഞ്ഞാൽ ആറും സിയും എന്താണ്, ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷനും എന്താണ്, ആ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ട്. സോ ആർ ആൻഡ് സി ആർ ദ റിയൽ നമ്പർ സിസ്റ്റം ആൻഡ് ദ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം ആർ ടു എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യൂ. ഇനി ആറും സി എടുക്കുമ്പോൾ ആറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് സിയും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഇസഡ് പീസ് എടുക്കുമ്പോൾ സെഡ് പീസിൽ അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടി വരുമോ എന്ന് നമ്മൾക്ക് അറിയത്തില്ല. വരുമോ? ഇല്ല. കാരണം സെറ്റ് പീസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ഫീൽഡ് ഉണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മൾ ഇനിയും കുറേ ഫീൽഡ്സ് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സെറ്റ് പീസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. അത് റോങ് ആണ്. പറഞ്ഞു പോയിട്ട് നിങ്ങൾ അത് കേട്ടിട്ടില്ല, നിങ്ങൾ വെച്ചേക്കണം. കേട്ടല്ലോ? ഓക്കെ. സോ നമ്മൾക്ക് ക്യൂവിനും ആറിനും എന്താണ്, സിയിലും നമ്മൾ എക്സ്റ്റൻഷൻ ഫീൽഡിന് കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾക്കിനി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫീൽഡ് തിയറി നോക്കാം, ക്രോണിക്കസ് തിയറം. അപ്പോൾ എന്താണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്? ലെറ്റ് എഫ് ബി എ ഫീൽഡ് and let f of x be a non-constant polynomial in f of x. അത് ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടല്ലോ, അതിനുള്ളൊരു ആൻസറാണ് ഈ ഒരു റിസൾട്ട് വരുന്നത്. അത് ഞാൻ തന്നെ അത് ചേഞ്ച് ചെയ്തു, അങ്ങനെ വരത്തില്ല, ഞാൻ പറഞ്ഞത് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അതിനുള്ളൊരു ആൻസറിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ്. നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താണ്? അതിപ്പോൾ ഞാൻ ക്യൂവിൽ 1, 2, 3, 1/2 ഇത് മാത്രമായിട്ട് എടുക്കുക വെച്ചാൽ ഇതൊക്കെ ഒരു പോളിനോമിയൽ അല്ലേ?
അപ്പോൾ ഇതെന്താണ്, ഇതിൽ എക്സ് ടേംസ് വരുന്നേ ഇല്ല. അതായത് ആ പോളിനോമിയൽ എന്ന് പറയുന്നത് പോളിനോമിയലിനൊക്കെ നമുക്ക് കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ടേംസ് മാത്രം വരുന്ന പോളിനോമിയലിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്, അതിൽ എക്സ് ടേംസ് എന്തായാലും വരും, എക്സിൻ്റെ ഒരു പവർ ഉള്ളൊരു ടേം എന്തായാലും ആ പോളിനോമിയൽ ഉണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, so let f of x be a non-constant polynomial in f of x. Then there is an extension field E of f in which f of x is a 0. എന്താ പറഞ്ഞിരിക്കുന്നത്, എഫ് ഓഫ് എക്സിൽ നിന്ന് ഞാൻ ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുത്താലും ആ എഫ് ഓഫ് എക്സിൻ്റെ എന്താണ് ഈ എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡ്, എക്സ്റ്റൻഷൻ ഫീൽഡ് എന്തായാലും, അല്ലെങ്കിൽ എഫിൻ്റെ ഒരു എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എഫിനൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. എന്താണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, എന്താണ് പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്, ആ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പോളിനോമിയലിൻ്റെ 0 എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണ്, then there is an extension field E of f in which f of x has a 0. അപ്പോൾ ക്യൂ ഓഫ് എക്സിൽ നിന്ന് ഞാൻ ഏത് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അപ്പോൾ ആ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ സീറോസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് എഫ് ബി എ ഫീൽഡ്. അപ്പോൾ എഫ് ഫീൽഡ് ആണെങ്കിൽ നമ്മൾക്കറിയാം എഫ് ഓഫ് എക്സ് ഈസ് എ യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ UFD. ഇതെന്താണെന്ന് മുന്നത്തെ സെക്ഷൻസ് നോക്കി മനസ്സിലാക്കി വെക്കുക. എനിക്കതുകൂടെ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. സോ എന്താണ് യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ എന്നും എപ്പോഴെല്ലാം ഒരു ആർ ഓഫ് എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആർ ഓഫ് എക്സ് എപ്പോഴെല്ലാം യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആവുമെന്നും പിന്നെ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെല്ലാം ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, സോ ആൻഡ് റിംഗ് തിയറിയിലുള്ള റിംഗ് ഹോമോമോർഫിസം, അതിൻ്റെ ഐസോമോർഫിസംസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഗ്രൂപ്പിൽ നമ്മൾ ഹോമോമോർഫിസത്തിൽ പ്രൂവ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, അതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിംഗ്സിൽ വരും എന്നേ ഉള്ളൂ. ഓക്കെ, സോ let f be a field f of x, then f be a field, then f of x is a unique factorization domain, and let f of x belongs to this f of x. അപ്പോൾ എഫ് ഓഫ് എക്സ് യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആയതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിന് ഫാക്ടറൈസേഷൻ പോസിബിൾ ആണ്. അതായത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മൾക്ക് എഫ് ഓഫ് എക്സിനെ എന്തായാലും എഴുതാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ നമ്മൾക്ക് എന്താണ് പ്രൊഡക്റ്റ് ഓഫ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ് ആയിട്ട് എഴുതാൻ പറ്റും. പ്രൊഡക്റ്റ് ഓഫ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്, അതിന് ഒരു ഇറെഡ്യൂസിബിൾ ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഇപ്പം ഞാൻ എഫ് ഓഫ് എക്സിനെ R1 ഓഫ് എക്സ് ഇൻറ്റു R2 ഓഫ് എക്സ് എക്സെട്ര എന്ന് എഴുതി കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് ഓഫ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ് എഴുതി കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണ് എഫ് ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾക്ക് ഏത് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ദെൻ എഫ് ഓഫ് എക്സ് ഹാസ് an irreducible factor, say p of x. ഇറെഡ്യൂസിബിൾ ഫാക്ടർ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അതിന് എന്തെന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, പി ഓഫ് എക്സ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് സഫിസസ് ടു കൺസ്ട്രക്ട് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഓഫ് എഫ് ഇൻ വിച്ച് പി ഓഫ് എക്സ് ഹാസ് എ 0. അപ്പം നമ്മൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഇറെഡ്യൂസിബിൾ ഫാക്ടറാണ് പി ഓഫ് എക്സ്. So f of x is equal to p of x into some polynomial r of x എന്ന് പറയുന്ന ഫോമിൽ ആയിരിക്കും. അപ്പോൾ ഞാൻ പി ഓഫ് എക്സിൻ്റെ സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ സീറോ എ ആണെന്ന് കരുതുക. അപ്പോൾ പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എയും എന്തായിരിക്കും, which is also 0. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, there is an extension field E which contains the 0 of f of x എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് എന്തേ വേണ്ടുള്ളൂ, എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഇറെഡ്യൂസിബിൾ ഫാക്ടറിൻ്റെ സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നൗ consider f of x over the
ideal generated by P of x or ring generated by P of x. ഐഡിയൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് the ideal generated by P of x എന്ന് പറയുന്നത് എന്താണ്? P of x f of xൽ P of xൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എല്ലാ പോളിനോമിയൽസും ഇതിലുണ്ടായിരിക്കും. ഓക്കെ, സോ f of x ഓവർ the ideal generated by P of x കൺസിഡർ ചെയ്യാം. f of x ഓവർ the ideal generated by P of x. ഒരു റിസൾട്ട് ഉണ്ട്. ഈ f of x ഓവർ P of x the ideal generated by P of x ഒരു ഫീൽഡ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ P of x ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആവുക എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് P of x ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ട് നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു ഫീൽഡാണ്. ഓക്കെ, സോ f of x ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ P of x ഈസ് എൻ ഐഡിയൽ. ഓക്കെ, therefore here P of x is an irreducible polynomial in f of x, therefore the E defined by f of x over the ideal generated by P of x is a field. Okay, now consider the mapping phi from A to E. എന്താണ് എഫിൽ നിന്ന് ഇയിലോട്ട് നമ്മളൊരു എന്താണ് മാപ്പ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ എന്താണ് ഈ എഫിൽ നിന്ന് ഇയിലോട്ട് ഒരു റിംഗ് ഹോമോമോർഫിസം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ആ റിംഗ് ഹോമോമോർഫിസം നമ്മൾക്ക് 1 കൂടെ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? phi of f is a subfield of E എന്ന് കിട്ടും. ഓക്കെ, എന്ത് കിട്ടും? phi of f is a subfield of E. അതായത് എഫ് ഇയുടെ ഒരു സബ്ഫീൽഡിനോട്, ഇപ്പോൾ phi of f എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ആയിട്ട് എടുത്തു എന്ന് കരുതുക. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടും? എഫ് ഇയുടെ ഒരു സബ്ഫീൽഡിനോട് ഐസോമോർഫിക് ആണെന്ന് പറയാം. അതായത് ആ ഒരു ഐസോമോർഫിസം വെച്ചിട്ട് നമ്മൾക്ക് പറയാം എന്താണ്? എഫ് ഈസ് എ സബ്ഫീൽഡ് ഓഫ് ഇ എന്ന്. ക്ലിയർ? ഇവിടെ നമ്മൾ ആക്ച്വലി എഫ് ഈസ് ഐസോമോർഫിക് ടു എ സബ്ഫീൽഡ് ഓഫ് ഇ എന്നാണ് വരുന്നത്. പക്ഷേ ആ ഒരു ഐസോമോർഫിസം വെച്ചിട്ട് നമ്മൾ എന്ത് പറയുമെന്ന് വെച്ചാൽ എഫ് ഈസ് എ സബ്ഫീൽഡ് ഓഫ് ഇ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ഇടങ്ങളിലും എന്താണ് ആ ഒരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സബ്ഫീൽഡ് ആണെന്നോ അല്ലെങ്കിൽ ഈക്വൽ ആണെന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നത്. സോ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഞാൻ കൺസിഡർ ദ മാപ്പിംഗ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് ഡിഫൈൻ ചെയ്യാം. phi ഓഫ് എ എന്ന് പറയുന്നത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന കൊസെറ്റ്. എങ്ങനെയാണ്? phi ഓഫ് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ P of x. അപ്പോൾ ഇങ്ങനെയാണ് മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ റിംഗ് ഹോമോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? 1 ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ phi ഓഫ് എ ബി where a and b are belongs to f. phi of ab is equal to, by the definition this is equal to ab plus this ideal, and which is equal to, നമ്മൾക്കറിയാം റിങ്ങിൽ കൊസെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? കൊസെറ്റ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? 2 ഓപ്പറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് വൺ എന്താണ്? അഡീഷനും രണ്ടാമത്തത് പ്രൊഡക്റ്റുമാണ്. അപ്പോൾ ഞാനിവിടെ പ്രൊഡക്റ്റാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. phi of ab ഈക്വൽ ടു ab പ്ലസ് ദിസ് ഐഡിയൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ദ ഐഡിയൽ ഇൻറ്റു ബി പ്ലസ് ദാറ്റ് ഐഡിയൽ ആണ്. ആൻഡ് എ പ്ലസ് ദാറ്റ് ഐഡിയൽ എന്താണ്? phi of a ആണ്. ബി പ്ലസ് ദാറ്റ് ഐഡിയൽ എന്താണ്? phi of b ആണ്. അപ്പോൾ ഈ ഓപ്പറേഷനൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ കൊസെറ്റ്സിൻ്റെത് എഴുതാറില്ലായിരുന്നോ? അതുപോലെ തന്നെ നോർമൽ ഗ്രൂപ്പിൻ്റെ കേസിലൊക്കെ നമ്മൾ എഴുതിയിട്ടില്ലേ? നോർമൽ സബ് ഗ്രൂപ്പ്സിൻ്റെ കേസിലൊക്കെ നമ്മൾ എഴുതിയിട്ടില്ലായിരുന്നോ? ഫാക്ടർ ഗ്രൂപ്പിൻ്റെ കേസിൽ അതുപോലെ ഇവിടെ എന്താണ്? അവിടെ ഫാക്ടർ ഗ്രൂപ്പ് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്? കോഷ്യൻ റിംഗ് ആണ് വരുന്നത്. അവിടെ കോഷ്യൻ ഗ്രൂപ്പ് പറഞ്ഞതുപോലെ ഇവിടെ കോഷ്യൻ റിംഗ് ആണ് വരുന്നത്.
ഗോഷ്യൻ റിങ്ങിൽ 2 ഓപ്പറേഷൻ വരുന്നുണ്ട്, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾക്ക് എന്ത് കിട്ടി? ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് കിട്ടി. ഇനി അഡീഷനിൽ നോക്കണം. അതിനുവേണ്ടി ഫൈ ഓഫ് എ പ്ലസ് ബി കൺസിഡർ ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് ദാറ്റ് ഐഡിയൽ ആണ്. ഓക്കെ, ആൻഡ് by the property of addition of cosets we know that a plus b plus that ideal is equal to a plus this ideal plus b plus this ideal, and the first one is equal to phi of a and the second one is equal to phi of b. So this is equal to phi of a plus phi of b. So phi of a plus b is equal to phi of a plus phi of b. ഓക്കെ, സോ ഈ 2 പ്രോപ്പർട്ടി ഫൈ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് എന്താണെന്ന് പറയാം? നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഒരു റിംഗ് ഹോമോമോർഫിസം ആണ്. ഓക്കെ, നെക്സ്റ്റ് we are going to prove that this map is 1-1. For that, let AB belongs to F and suppose phi of A equal to phi of B, which means A plus this ideal is equal to B plus this ideal. And ഇപ്പോൾ നമ്മൾ ക്യാൻസലേഷൻ ലോ വെച്ചിട്ട് നമ്മൾക്ക് എന്താണ്? മൈനസ് ബി പ്ലസ് പി എക്സ് നമ്മൾ 2 സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് പി എക്സ് പ്ലസ് മൈനസ് ബി പ്ലസ് പി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ബി പ്ലസ് പി എക്സ് പ്ലസ് മൈനസ് ബി പ്ലസ് പി എക്സ് വരും. ആൻഡ് ക്യാൻസലേഷൻ ലോ വെച്ച് ഡയറക്റ്റ് 0 കിട്ടും. ഞാനെന്നാലും ഇത്രയും സ്റ്റെപ്സ് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ എ പ്ലസ് പി എക്സ് പ്ലസ് മൈനസ് ഓഫ് ബി പ്ലസ് പി എക്സ് എന്താണ്? മൈനസ് ബി പ്ലസ് പി എക്സ് ആണ്. കൊസറ്റിൻ്റെ പ്രോപ്പർട്ടി അറിയത്തില്ലേ? മൈനസ് ഓഫ് എ പ്ലസ് എച്ച് എന്തായിരുന്നു? മൈനസ് എ പ്ലസ് എച്ച് അല്ലായിരുന്നോ? അതുപോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് നമ്മൾക്ക് എന്ത് കിട്ടും? ആൻഡ് ഈ ഒരു ഓപ്പറേഷൻ പ്രോപ്പർട്ടിയും വരുന്നുണ്ട്. എന്താണ്? എ പ്ലസ് എച്ച് പ്ലസ് ബി പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? എ പ്ലസ് ബി പ്ലസ് എച്ച്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കൂടെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമ്മൾക്ക്? എ പ്ലസ് പി എക്സ് പ്ലസ് മൈനസ് ബി പ്ലസ് പി എക്സ് എന്തായിരിക്കും? എ മൈനസ് ബി പ്ലസ് പി എക്സ് എന്ന് വരും. അതുപോലെ റൈറ്റ് സൈഡിൽ ബി മൈനസ് ബി പ്ലസ് പി എക്സ് എന്ന് വരും. ബി മൈനസ് ബി 0 ആണ്. അപ്പോൾ 0 പ്ലസ് പി എക്സ് ഈക്വൽ ടു പി എക്സ് എന്ന് വരും. പി എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ അത് അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഐഡിയലാണ്. ഐഡിയൽ എന്ന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഷോർട്ടായിട്ട് ഞാൻ പി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? എ മൈനസ് ബി പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് കിട്ടി. നമ്മൾക്കറിയാം എ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു എച്ച് അല്ലേ? അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ മൈനസ് ബി ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് വരും. പക്ഷേ ഈ എയും ബിയും ഫീൽഡിലുള്ള എലമെൻറ്റ്സ് ആണ് അല്ലേ? ഫീൽഡിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എ മൈനസ് ബിയും ഫീൽഡിലുള്ളൊരു എലമെൻ്റ് ആണ്. അതായത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ എ മൈനസ് ബി ആണ് പോളിനോമിയൽ പി ഓഫ് എക്സ് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലിലുണ്ട് എന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പി ഓഫ് എക്സ് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലിൽ എന്താണ് ഉണ്ടാവുക? പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ്, ഒരു മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ കോൺസ്റ്റൻ്റ് കിട്ടുന്നത് എപ്പോഴും മാത്രമാണ്? 0 ടൈംസ് പി ഓഫ് എക്സ് എടുക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ ഒരു കോൺസ്റ്റൻറ്റ്. വേറെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും നമ്മൾക്ക് എന്താണ്? ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താണ്? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 0 ടൈംസ് പി ഓഫ് എക്സ് ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. സോ ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇംപ്ലൈസ് ദാറ്റ് എ ഈക്വൽ ടു ബി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് റിവേഴ്സ് ഇംപ്ലിക്കേഷനും കൊടുക്കാൻ പറ്റും കേട്ടോ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട്. ഇപ്പോൾ ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി എന്ന് വരും. അപ്പോൾ അവിടെ 5 1 ആണെന്നും വെൽ ഡിഫൈൻഡ് ആണെന്നും ഒരുമിച്ച് നമ്മൾക്ക് കിട്ടും കേട്ടോ. സോ ഇവിടെ 5 1 ആണ്. ഹെൻസ് ദ മാപ്പ് phi is 1-1 ring homomorphism and phi of f will be a subfield of E and phi will be a 1-1 onto ring homomorphism from E to phi of f, which means f is isomorphic to a subfield of E. Okay, അത് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടതാണ്. മേ ബി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്തേക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ മാത്രം അത് ഓർത്ത് വെച്ചേക്കാം. സിൻസ് ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സിൻസ് ദ മാപ്പിംഗ് ഓഫ് phi
from f to f given by phi of a equal to a plus the ideal generated by p of x is 1 to 1 and preserves both operations. E has a subfield isomorphic to f. അപ്പോൾ അത്രയും ആ കാര്യങ്ങൾ തന്നെ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് കട്ട് ചെയ്ത് വെക്കുക. വി മേ തിങ്ക് ഓഫ് ഇ ആസ് കണ്ടെയ്നിങ് എഫ്. ഞാൻ പറഞ്ഞില്ലേ ഐസോമോർഫിസ് ആണ്. അപ്പോൾ ഐസോമോർഫിസം വെച്ചിട്ട് നമ്മൾക്ക് എന്താണ് ആക്ച്വലി അവിടെ ഇയുടെ സബ്ഫീൽഡിനോടാണ് ഐസോമോർഫിക് ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു, ഈ കണ്ടെയ്ൻസ് എഫ് എന്ന് പറയുന്നു. വി മേ തിങ്ക് ഓഫ് ഇ ആസ് കണ്ടെയ്നിങ് എഫ്. ഇഫ് വി സിംപ്ലി ഐഡൻറ്റിഫൈ ദ കോസെറ്റ് എ പ്ലസ് the ideal generated by p of x with its unique coset representative a that belong to f. Now we are going to prove that. Okay, നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ആക്ച്വലി എഫ് ആക്ച്വലി പറഞ്ഞാൽ വിച്ച് ഈസ് ഐസോമോർഫിക് ടു എ സബ്ഫീൽഡ് ഓഫ് ഇ ആയിട്ടാണ് വരുന്നത്. ആൻഡ് എഫിലുള്ള എനെ ഏതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി പറഞ്ഞാൽ എ പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഇയിലുള്ള ഈ ഒരു എലമെൻറ്റിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, എഫിലുള്ള എ എന്ന് പറയുന്ന എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബൈ ദാറ്റ് കൺസിഡറേഷൻ നമ്മൾ എന്താണ്, ഇത്തരത്തിലുള്ള എഫിലുള്ള ഓരോ എലമെൻറ്റിന് കറസ്പോണ്ടിങ് വരുന്ന കൊസെറ്റ്സിനെ നമ്മൾ എന്താണ്, കൊസെറ്റ്സിൻ്റെ കളക്ഷൻ എടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, ഫൈ ഓഫ് എഫ് കിട്ടും. അപ്പോൾ ആ ഫൈ ഓഫ് എഫിനെ തന്നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, എഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾക്ക് എന്താണ്, വി മേ തിങ്ക് ഓഫ് ഇ ആസ് കണ്ടെയ്നിങ് എഫ് if we simply identify the coset a plus this ideal with its unique coset representative a that belongs to f. Okay, now we are going to prove. നമ്മൾക്ക് ഇനി ഇതിൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഫീൽഡ് ഉണ്ടെന്ന് കിട്ടി. പക്ഷേ നമ്മൾക്ക് എന്താണ് ഇനി വേണ്ടത്, ആ ഫീൽഡിൽ എന്താണ് എഫ് ഓഫ് എക്സിന് 0 എക്സിസ്റ്റ് ചെയ്യും. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൂടെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഫോർ ദാറ്റ് now we are going to prove that p of x has a 0 in E. Let p of x is equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught. p of x എന്ന് പറഞ്ഞ ഈ ഒരു പോളിനോമിയൽ ആണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്, അതായത് ഈ കൊസെറ്റ് കൺസിഡർ ചെയ്യുന്നു. ഈ കൊസെറ്റ് എവിടെ ഉണ്ടായിരിക്കും, ഇയിലുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്, ഇതായിരുന്നു നമ്മൾക്ക് ഇ. അപ്പോൾ എഫ് ഓഫ് എക്സിൽ നിന്ന് ഞാൻ ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് പ്ലസ് ദിസ് ഐഡിയൽ ബിലോങ്സ് ടു ഇ ആയിരിക്കും. അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സിന് പകരം എക്സ് എടുക്കുന്നു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എടുക്കുന്നു. അപ്പോൾ എക്സ് പ്ലസ് പി ഓഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കും, വിച്ച് ബിലോങ്സ് ടു ഇ ആയിരിക്കും. ഈ എലമെൻറ്റ് പി ഓഫ് എക്സിൻ്റെ 0 ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇൻ ഇ എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ് ബിക്കോസ് കൺസിഡർ പി ഓഫ് എക്സ് പ്ലസ് ദിസ് ഐഡിയൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ഈ പി ഓഫ് എക്സിൽ എക്സിന് പകരം എക്സ് പ്ലസ് ദിസ് ഐഡിയൽ ആ എലമെൻറ്റ് കൊടുക്കുക. അപ്പോഴെന്ത് കിട്ടും, എ എൻ എക്സ് പ്ലസ് പി ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 എക്സ് പ്ലസ് പി ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര എ നോട്ട്. നമ്മൾക്കറിയാം എ പ്ലസ് എച്ച് ഓൾ റേസ് ടു കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് എച്ച് ആണ് ഫോർ എനി പവർ കെ. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടും എന്താണ്, എ എൻ ടൈംസ് എക്സ് റേസ് ടു എൻ. ഇവിടെ ഞാൻ 2 കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ കൂടെ ഞാനൊരു കോൺസ്റ്റൻറ്റ് സം എച്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ,
അപ്പോൾ ഞാൻ ഇതിനെ എച്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ടൈംസ് എ റേസ് ടു കെ പ്ലസ് എച്ച് എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എച്ച് എ റേസ് ടു കെ പ്ലസ് എച്ച് ആണ്. ഇങ്ങനൊരു പ്രോപ്പർട്ടിയും ഉണ്ട് നമ്മൾക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് ദിസ് ഐഡിയൽ പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് ഐഡിയൽ എക്സെട്ര പ്ലസ് എ നോട്ട് എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു a n x raised to n plus a n minus 1 x raised to n minus 1 plus etc plus this ideal. ആൻഡ് ഈ എഴുതിയിരിക്കുന്നത് എന്ത് തന്നെയാണ്? പി ഓഫ് എക്സ് ആണ്. സോ പി ഓഫ് എക്സ് പ്ലസ് ദിസ് ഐഡിയൽ. അപ്പോൾ നമ്മൾക്കറിയാം എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? എച്ച് ആണ് വരുന്നത് അല്ലേ? അല്ലെങ്കിൽ 0 പ്ലസ് എച്ച് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് കിട്ടി? പി ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്, അതായത് പി ഓഫ് എക്സ് തന്നെ കിട്ടി. ഇതല്ലേ നമ്മൾക്ക് ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്ന കോസെറ്റ്സിൻ്റെ കളക്ഷനിൽ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? പി ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടി, അതായത് 0 കിട്ടി. ആ റിങ്ങിലുള്ള 0 കിട്ടി, കോഷ്യൻ റിങ്ങിലുള്ള 0. അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്താണ്? ആ ഇറെഡ്യൂസിബിൾ ഫാക്ടർ പി ഓഫ് എക്സിൻ്റെ ഒരു 0 ആണെന്ന് കിട്ടി. സോ ഈയിൽ എന്താണ്? ആ പോളിനോമിയൽ, ആ ഇറെഡ്യൂസിബിൾ പോളിനോമിയലിന് ഒരു 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ദെൻ in E, x plus the ideal generated by p of x is a 0 of p of x. So f has an extension field E in which p of x has a 0 and hence f of x has a 0. ഓക്കെ, ഇത്രയുള്ളായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും, ഈ ഫീൽഡിലുള്ള ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും there exists a field E, an extension field E of f such that f of x has a 0 in E. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ കിട്ടുന്നുണ്ട്. എന്താണ്? ഏതൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും ആ ഫീൽഡിന് നമുക്കൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താ? അതിലുള്ളൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾക്ക് എക്സാമ്പിളിലോട്ട് പോകാം. അടുത്ത എക്സാമ്പിൾ 1. Let f of x is equal to x square plus 1 which belongs to q of x. Then viewing f of x as an element of e of x, നമ്മൾ എന്താണ് ചെയ്യുന്നത്? e of x is equal to, actually പറഞ്ഞാൽ e of x എന്ന് എഴുതരുത്, e is equal to q of x over x square plus 1 ഇനിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. we have f of x plus x square plus 1 is equal to x plus x square plus 1 whole square plus 1, and this is equal to x square plus this ideal plus 1, and this is equal to x square plus 1 plus ഇവിടെ 1 എന്ന് പറയുന്നത് എന്ത് വരും? നമ്മൾ കൊസറ്റിലോട്ട് വരുമ്പോൾ 1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആയിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ എന്താണ്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇവിടെ ഇത് ഐഡിയലാണ്, ഞാൻ രണ്ടാമത് പ്രൊനൗൺസ് ചെയ്തത് ഐഡിയലിനെയാണ്. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈ ഒരു ഐഡിയൽ ഉള്ളത് കൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 കിട്ടി. So x plus x square plus 1 is a 0 of f of x in E. Okay, E of x അല്ല E. ഇനി അടുത്ത എക്സാമ്പിൾ. Let f of x is equal to x raised to 5 plus 2x square plus 2x plus 2. This belongs to z3 of x ആണ്. ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് this belongs to z3 of x ആയിട്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഓപ്പറേഷൻസ് അഡിഷൻ മോഡുലോ 3യും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 3യും ആയിരിക്കും. Then irreducible factorization of f of x over z3 is x square plus 1 into x cube plus 2x plus 2. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ z3 ഓഫ് എക്സിലൊക്കെ ഫാക്ടറൈസേഷൻ മുൻപേ എങ്ങനെയായിരുന്നു, ഡിഗ്രിക്ക് ഇതേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഫാക്ടറൈസേഷൻ സെയിം സാധനം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, x⁵5 + 2x² + 2x + 2ൻ്റെ ഫാക്ടറൈസേഷൻ x² + 1 ഇൻറ്റു x³ + 2x + 2 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ട് വഴിയാണുള്ളത്. ഇപ്പോൾ ഒരു പോളിനോമിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ z3 ഓഫ് എക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ z3യിൽ ഇതിന് സീറോസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ സീറോസ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ സീറോ ഏതാണോ അതിന് കറസ്പോണ്ടിങ്, ഇപ്പോൾ a0 ആണെങ്കിൽ x - a എന്ന് പറയുന്നത് ഫാക്ടർ ആയിരിക്കും. അപ്പോൾ സീറോസ് ഇതിന് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇറെഡ്യൂസിബിൾ ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ട് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ 2 ഡിഗ്രി വരുന്ന എല്ലാ പോളിനോമിയൽസും ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് x⁵5 + 2x² + 2x + 2നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓപ്പറേഷൻ അഡിഷൻ മോഡുലോ 3യും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 3യും ആണ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് x² + 1 ഇൻറ്റു x³ + 2x + 2 ഫാക്ടറൈസേഷൻ കിട്ടും. ആൻഡ് ഇതിൽ സോ ടു ഫൈൻഡ് an extension E of Z3 in which f of x has a 0, we may take E is equal to Z3 of x over the ideal generated by x² + 1. നമ്മൾക്ക് ഇതൊരു ഫീൽഡ് ആവുന്നത് എപ്പോഴാണ്, ഈ ടേം പോളിനോമിയൽ, ഈ ഒരു പോളിനോമിയൽ ഇറെഡ്യൂസിബിൾ ആവുമ്പോൾ മാത്രമേ ഫീൽഡ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ ഡയറക്റ്റ് എടുത്ത് നമ്മൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് വേണം, ഇതിനെ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇറെഡ്യൂസിബിൾ ഫാക്ടർ കണ്ടുപിടിക്കണം. ആ ഫാക്ടർ വെച്ചിട്ട് ആക്ച്വലി പറഞ്ഞാൽ ആ ഇറെഡ്യൂസിബിൾ ഫാക്ടറിൻ്റെ സീറോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സീറോ തന്നെ എഫ് ഓഫ് എക്സിൻ്റെയും ഒരു സീറോ ആയിരിക്കും. അപ്പോൾ ഈ തിയറി ഞാൻ പ്രൂഫിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു തിയറി ഞാൻ പ്രൂഫിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ എൻ്റെ റിപ്പീറ്റേഷൻ ഞാനൊന്ന് ഇച്ചിരി കുറയ്ക്കാമെന്ന് വെച്ചു, വെറുതെ ലെങ്ത് ആക്കണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് എന്തായിരിക്കും, വിച്ച് ഇസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് Z3 ആണ്. ആൻഡ് നമ്മൾ എന്താണ്, ഒന്നുകിൽ ഇതെടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ എന്തെടുക്കുക, Z3 ഓവർ x³ + 2x + 2 കൺസിഡർ ചെയ്യുക. ഇതിലേത് തന്നെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്താണ്, ഇതിൽ ഫസ്റ്റ് വണ്ണിലാണെങ്കിൽ x² + 1 റൂട്ട് 0 എക്സിസ്റ്റ് ചെയ്യും. സെക്കൻഡ് വൺ ആണെങ്കിൽ x³ + 2x + 2 0 എക്സിസ്റ്റ് ചെയ്യും. രണ്ടിലായാലും എഫ് ഓഫ് എക്സിന് 0 എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും, എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആയിരിക്കും, ഫീൽഡ് എഫ് ആയിരിക്കും. ആൻഡ് ഇതിൽ രണ്ടിലും ഈ ഒരു പോളിനോമിയലിന് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ Z3 ഓഫ് എക്സ് ഓവർ x² + 1 ഇതിലുള്ള എലമെൻറ്റ്സ് ഒന്ന് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ Z3യിലുള്ള എല്ലാ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ഉള്ള കോസെറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 0 + x² + 1 ഉണ്ടായിരിക്കും, 1 + x² + 1 ഉണ്ടായിരിക്കും, 2 + x² + 1 ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഞാൻ എക്സ് എടുക്കുന്നു. എക്സ് എന്തായാലും എവിടെ ഉണ്ടായിരിക്കത്തില്ല, x² + 1 ഉണ്ടായിരിക്കത്തില്ല. കാരണം എന്താണ്, എക്സിനെ നമ്മൾക്ക് ഒരിക്കലും എ മൾട്ടിപ്പിൾ ഓഫ് x² + 1 ആയിട്ട് എഴുതാൻ സാധിക്കുന്നില്ല.
അപ്പോൾ നമ്മൾക്ക് എക്സ് ഈ ഒരു ഇതിൽ വരാത്തത് കൊണ്ട് ആൻഡ് എക്സ് ഇതിലുള്ള ഒന്നിൻ്റെയും ഓപ്പറേറ്റ് ചെയ്ത് എഴുതാൻ ഓക്കെ അപ്പോൾ എക്സ് കൺസിഡർ ചെയ്യുക. എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഈ ഒരു എലമെൻ്റ് കിട്ടി. ഇനി ഈ എക്സ് ഇതൊരു കൊസറ്റാണല്ലോ, നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്നത് റിംഗ് ആണ്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കൊസറ്റ്സിൻ്റെ എല്ലാം പ്രൊഡക്റ്റും എവിടെ ഉണ്ടായിരിക്കും? ആ കോഷ്യൻ റിങ്ങിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ 0 ഇൻറ്റു ഈ രണ്ട് കൊസറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? 0 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെയാണ് വരുന്നത്. അതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന കളക്ഷനിൽ വരുന്നുണ്ട്. 0 2 ആയാലും 0 വരും. ഇനി 1 2 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 1 ഇൻറ്റു 2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1, അതായത് ഇത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കോൺസ്റ്റൻറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാ കൊസറ്റ്സും എന്താണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ തന്നെ വരുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ 0യും ഈ ഒരു കൊസറ്റും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടൈംസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 വരും, ആണല്ലോ. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതെന്താണ്? 0 പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. അതായത് നമ്മൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ആ കൊസറ്റ് തന്നെ കിട്ടി. അപ്പോൾ ആ രണ്ട് പ്രൊഡക്റ്റും ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഞാൻ 1ഉം എക്സും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിലോ 1ഉം എക്സും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 ടൈംസ് എക്സ് വരും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെ വരും. അത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ തന്നെ ഉണ്ട്. ഇനി അടുത്തത് 2 എടുക്കുക. അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടൈംസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2 ടൈംസ് എക്സ്, 2 ടൈംസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1, അതായത് 2x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. അത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിലില്ലല്ലോ. അപ്പോൾ അതാണ് ഇനി അടുത്ത എലമെൻ്റായിട്ട് വരിക. അപ്പോൾ എന്ത് കിട്ടി? 2x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് എഴുതിയതുപോലെ അഡിഷനും എഴുതാൻ പറ്റുമല്ലോ, അല്ലേ? ഇപ്പോൾ 1 + 2 ഇത് രണ്ടുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് തൊട്ട് ലിസ്റ്റ് ചെയ്യാവേ. അപ്പോൾ ഈ നിലവിൽ നമ്മൾക്കിപ്പോൾ എത്ര കൊസറ്റ്സ് കിട്ടി? 1 2 3 4 5 കിട്ടി. ഇനി ഞാൻ എന്താണ് ഈ കൊസറ്റ്സ്, ഈ നിലവിൽ കിട്ടിയിരിക്കുന്ന കൊസറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഇല്ല, വെയിറ്റ്. ഇനി ഇവിടെ ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്. നമ്മൾക്ക് ഈ കൊസറ്റിനെയൊക്കെ അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തോടെ? പറ്റില്ലേ? അപ്പോൾ ഞാൻ 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. 0 പ്ലസ്, ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങളൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കണം. ഇൻറ്റു 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ത് തന്നെയാണ്? 0 ടൈംസ് 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 വരും. ദിസ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെയാണ് വരുന്നത്, ആണല്ലോ. ഇനി അടുത്തത് ഞാൻ ഏതെടുക്കുന്നു എന്ന് വെച്ചാൽ അടുത്തത് 1 എടുക്കുക. 1. ഇപ്പോൾ 1 എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 ടൈംസ് 1, അതായത് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 വരും. അതും നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിലുണ്ട്. ഇനി അടുത്തത് എന്തെടുക്കുക? 2 എടുക്കുക. ഇപ്പോൾ 2 എടുക്കുമ്പോൾ എന്താണ് വരിക? 2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടൈംസ് 2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 വരും. അതായത് 2 ഇൻറ്റു 2 വരും. 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു Z3 ആണ് വരുന്നത്. അപ്പോൾ 2 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 3 2 വരും. അതായത് 2 ഇൻറ്റു 2 4 മോഡ് 3 എന്ത് വരും? 1 വരും. സോ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആ പ്രൊഡക്റ്റും നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ തന്നെ വരുന്നുണ്ട്. ഇനി അടുത്തത്, ഇനി ഏതാ ഉള്ളത്? എക്സും 2xും. അപ്പോൾ ഞാൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 വരും, അല്ലേ? ഇത് ഇവിടെ ലിസ്റ്റിലുണ്ടോ എന്ന് നമ്മൾക്കറിയത്തില്ലല്ലോ. അപ്പോഴൊന്ന് നോക്കിക്കേ. ഇവിടെ
നമ്മൾക്കറിയാം x² + 1 ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലുണ്ട് അല്ലേ? സോ x² + 1 the ideal is equal to 0 plus that ideal ആണ്. ക്ലിയർ? അപ്പം ഈ എഴുതിയിരിക്കുന്നതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ x² + that ideal plus 1 plus that ideal എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് കോസെറ്റ്സിൻ്റെയും അഡീഷനായിട്ട് ഫസ്റ്റ് 1 കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 0 plus x² + 1 ആണ്. ക്ലിയർ? ഇനി ഞാൻ 1 plus x² + 1 റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ എന്ത് വരും? ഇവിടെ x² + 1 is equal to -1 plus x² + 1 എന്ന് വരും. അതായത് നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന ഈ രണ്ട് കോസെറ്റിൻ്റെ പ്രൊഡക്റ്റ് ആ ഒരു കോസെറ്റിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന x² + x² + 1 എന്ന് പറയുന്ന കോസെറ്റ് എന്തിന് ഈക്വലാണ്? -1 plus x² + 1 ഈക്വലാണ്. അതായത് -1 plus x² + 1 ഈക്വലാണ്. അതായത് നമ്മൾക്ക് ഈ x² + x² + 1 ഈ ഒരു കോസെറ്റിൻ്റെ എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ്? സോ ഇത് അഡിറ്റീവ് ഇൻവേഴ്സ് ആയതുകൊണ്ട്, അതായത് ഇതിൻ്റെ നെഗറ്റീവ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് x² + 1 ഇനി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അത് തന്നെ മതി നമ്മൾക്ക്. കാരണം എന്താണ്? നമ്മൾക്കറിയാം -1 എന്ന് പറയുന്നത് എന്താണ്? Z3-ൽ 2 ആണ് വരുന്നത്. സോ അതുകൊണ്ട് -1 plus x² + 1 എന്ന് പറയുന്ന കോസെറ്റ് എന്തിന് ഈക്വലാണ്? 2 plus x² + 1 എന്ന് പറയുന്ന കോസെറ്റിന് ഈക്വലാണ് അല്ലേ? സോ അതുകൊണ്ട് നമ്മൾക്ക് x² + 1 എന്ന് പറയുന്ന ഈ കോസെറ്റ് എന്തിന് ഈക്വലാണ്? 2 plus x² + 1 ഈക്വലാണ്. സോ ഈ ഒരു എലമെൻറ്റിന്, ഈ കോസെറ്റിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോസെറ്റ് എവിടെയുണ്ട്? നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ തന്നെ ഉണ്ട്. അതുപോലെ 2x + x² + 1 പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ, സെൽഫ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതും നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സിൽ വരുന്നുണ്ട്. സോ നമ്മൾക്ക് പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഇവിടെ തീർന്നു. ഇനി നമ്മൾ ഈ കിട്ടിയിരിക്കുന്നതൊക്കെ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം 0 plus, അതായത് ഈ കോസെറ്റ്സ് കോൺസ്റ്റൻറ്റ് കോസെറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോസെറ്റ്സൊക്കെ ഈ കോൺസ്റ്റൻറ്റ് കോസെറ്റ്സിൽ ഓരോന്നായിട്ട് തന്നെ വരും. ഇനി അടുത്തത് ഈ ഒരു കോസെറ്റ് റിമൈനിങ്ങുമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ x + x² + 1 ഫസ്റ്റ് കോസെറ്റുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്? x + x² + 1 തന്നെ വരും. സെക്കൻഡ് വണ്ണുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 plus x plus x² + 1 വരും. തേർഡ് വണ്ണുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ 2 plus x plus x² + 1 വരും. ആൻഡ് ഈ കൊസെറ്റ് അതിനോട് തന്നെ ആഡ് ചെയ്യുമ്പോൾ 2x വരും. ഈ ഒരു കൊസെറ്റ് 2xനോട് ആഡ് ചെയ്യുന്നേരം എന്താണ്? x plus 2x plus x² + 1 ആണ് വരിക നമ്മൾക്ക്. x plus 2x എന്താണ്? 3x ആണ്. നമ്മൾക്കറിയാം Z3 ആണ് ഫീൽഡ് വരുന്നത്. അപ്പോൾ 3 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0x plus x² + 1, അതായത് ഫസ്റ്റ് കൊസെറ്റ് വരും. അപ്പോൾ നമ്മൾക്കത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് എന്ത് ചെയ്യുക? ഈ 2xന് ഇതുപോലെ റിമൈനിങ്ങുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 1 plus 2x plus x² + 1, പിന്നെ 2 plus 2x plus x² + 1. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇത്രയും ഡിസ്റ്റിങ്ക്റ്റ് കോസെറ്റ്സ് ആണ് എവിടെ ഉണ്ടായിരിക്കുക? Z3 of x over the ideal generated by x² + 1 ഉണ്ടായിരിക്കും. ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ഇരുന്ന് നല്ലോണം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ്. എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുമെന്നും ആ എലമെൻറ്റ്സ് ഏതെല്ലാം ആയിരിക്കുമെന്നും
ക്ലിയർ ഐഡിയ കിട്ടുന്നതാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വഴിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നല്ലപോലെ ഒന്ന് ഇരുന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരൊറ്റ ഫീൽഡിൻ്റെ കാര്യം മാത്രമാണ്, ഫീൽഡിലുള്ള എലമെൻറ്റ്സ് മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ദർ ആർ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 9 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? 27 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലോട്ട്. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസും ആയിരിക്കണം, അതുപോലെ തന്നെ ഫീൽഡിലാണ് നമ്മൾ ആ റിസൾട്ടുകൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. എവിടെ? ഫീൽഡിൽ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾക്ക് ആ റിസൾട്ട് ട്രൂ ആവത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ f(x) = 2x+1 എടുത്തു. ഓവർ z4 ഓഫ് x ആണ്. ഓക്കെ, then f has no 0 in any ring containing z4 as a subring. എന്താണ്? z4നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റിങ്ങിൽ പോലും എന്താണ്, അതായത് z4 സബ് റിങ് ആയിട്ട് വരുന്ന ഒരു റിങ്ങിൽ പോലും ഈ പോളിനോമിയലിന് 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നാണ് റിസൾട്ട് പറയുന്നത്. സപ്പോസ് f(x) has a 0 beta. Suppose f(x) has a 0 beta in a ring which contains z4 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? 0. f of beta = 0 ആണല്ലോ, അതായത് 0 = 2 beta + 1 എന്ന് വരും. ക്ലിയർ? ഇപ്പോൾ 0 = 2 beta + 1 ആണ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് കരുതുക. അപ്പോൾ 2 times 0 എന്താണ്? 0 തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 times 2 beta + 1 എന്ന് വരും. അതായത് 2 times 2 beta + 2 എന്ന് വരും അല്ലേ? ഇനി ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 times 2 into beta എന്ന് നമ്മൾക്ക് എഴുതാം, +2 എന്ന് വരും. 2 times 2 എന്താണ്? z4ൽ 0 ആണല്ലോ. അപ്പോൾ ഇതെന്തായി തീർന്നു? 0 കിട്ടി. So this is equal to 0 times beta + 2 and 0 times beta എന്താണ്? 0 തന്നെയാണ്, and which is equal to 2. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 0 = 2 എന്ന് കിട്ടി. പക്ഷേ നമ്മൾക്ക് എന്തറിയാം? 0 not equal to 2 in z4 ആണ് അല്ലേ? 0 is not equal to 2 ആണ്. പക്ഷേ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് തന്നപ്പോൾ എന്ത് കിട്ടി? 0 = 2 എന്ന് കിട്ടി, which is a contradiction. Therefore f(x) has no zeros in any ring which contains z4 as a subring. അപ്പോൾ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഞാനിവിടെ ഇൻ z4 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ z4 അല്ല, ഇൻ എ റിംഗ് വിച്ച് കണ്ടെയ്ൻസ് z4 as a subring ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് എന്താണ് ഈ റിസൾട്ട്? നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് ഫീൽഡിലാണ് ട്രൂ ആയിട്ട് വരുന്നത്. റിങ്സിൽ നമ്മൾക്കത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല എന്നതിനുള്ളൊരു എക്സാമ്പിളാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ഒരു ന്യൂ ടേം ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്, സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ്.